ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ നയന സർജറി ഒക്കെ കഴിഞ്ഞ് സുഖമായതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും നേരെ തന്റെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത്. ദേവയാനിയാണെങ്കിൽ അനന്തപുരിയിലേക്കുമാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നാളുകളെല്ലാം മുന്നോട്ട് കടന്നു പോകുന്നതും ദേവയാനി എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നയനയുടെ വീട്ടിൽ നിന്നും ദേവയാനി തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അനന്തപുരിയിലോട്ട്. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നയനയെ ദേവയാനി സന്തോഷത്തോടു കൂടി സ്വന്തം മരുമകളായിട്ടല്ല മകളായിട്ട് സ്നേഹിച്ചിട്ടാണ് അനന്തപുരിയിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. കനകയോടും ഗോവിന്ദനോടും ഒക്കെ മാപ്പ് ചോദിച്ചിട്ടാണ് ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആദർശിനും ജയനും ഒക്കെ ഇത് കണ്ട് വല്ലാത്ത അതിശയാവുന്നുണ്ട്. പക്ഷെ ഈ സത്യങ്ങളൊന്നും അറിയാത്ത കുറച്ചു പേര് അനന്തപുരിയിൽ അപ്പോഴും ഉണ്ട്. നമ്മുടെ ജാനകിയും ജലജയും അനാമികയും രേവതിയും ഒക്കെ. നവ്യയ്ക്കാണെങ്കിലും സത്യങ്ങളെല്ലാം ദേവയാനി തിരിച്ചറിഞ്ഞോ എന്നുള്ളതിനെ പറ്റി ഉറപ്പില്ല. നയനയെ കൂട്ടിക്കൊണ്ടുവരാൻ ദേവയാനി നയനയുടെ വീട്ടിലോട്ട് പോയി എന്ന് മാത്രമേ അറിയൂ. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല. വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് ഒരു വേലക്കാരി ഇല്ലാത്തതുകൊണ്ട് നയനയെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് അവര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ദേവയാനിയാണെങ്കിലോ താൻ അറിഞ്ഞ സത്യങ്ങളൊന്നും ഇവരോട് പറയുന്നുമില്ല. അങ്ങനെ നമ്മുടെ നയന വീട്ടിലേക്ക് തിരിച്ചെത്തി. നയന വീട്ടിലേക്ക് കയറി വന്നതും തുടങ്ങുവാണ് അനാമികയുടെ പോര്. നയനയെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അനാമിക ഓരോന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുവാണ്. നയനയോടായിട്ട് പറയുന്നുണ്ട്, നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊന്നും ഇല്ലടി, നീ അതോർത്ത് അങ്ങനെ സന്തോഷിക്കണ്ട. വേലക്കാരി ഇല്ലാത്തതിന്റെ കുറവേ ഈ വീട്ടിലെ ശരിക്കുമുണ്ട്. ഇനിയിപ്പോ ഒരു അടുക്കളക്കാരിയെ വെക്കണമെന്നുണ്ടെങ്കിൽ പോലും മാസം 30,000 രൂപയെങ്കിലും കൊടുക്കണം. നിനക്ക് പിന്നെ ഒരു പൈസ പോലും തരണ്ടല്ലോ. അതിനാടി എന്റെ വല്യമ്മ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതൊന്നുമല്ല. ഇതെല്ലാം കേട്ടിട്ടും നയന ഒന്നും തിരിച്ചു പറയുന്നില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നയന. കാരണം നയനയ്ക്ക് അറിയാം തന്റെ അമ്മായിയമ്മ സ്നേഹത്തോടു കൂടി തന്നെയാണ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോഴേക്കും നവ്യ ഓടി വന്നിട്ട്, നീ വന്നല്ലോ, എന്തായാലും സമാധാനമായി. പിന്നെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഇനിയിപ്പം ജോലികളൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ലേ നിന്റെ അമ്മായിയമ്മ നിന്നെയും കൂട്ടിക്കൊണ്ട് വന്നത്. നീ വന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ റെസ്റ്റ് എടുക്കേണ്ടതല്ലേ ഇപ്പോ. ലിവർ മാറ്റിവെച്ചിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് അധികം ദിവസം പോലും ആയില്ല. ഇതൊന്നും അറിയാതെ നിന്റെ അമ്മായിയമ്മ നിന്നെ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ തന്നെയാടി കൂട്ടിക്കൊണ്ട് വന്നത്. അല്ല, ഇതിന് അച്ഛനും അമ്മയും എന്തിനായിരിക്കും കൂട്ടുന്നത്? നന്ദുവിനും വെളിവില്ലാണ്ടായി പോയോ? അവൾക്കറിയില്ലായിരുന്നോ? അവളെന്തിനാ നിന്നെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടത്? ഞാൻ വിചാരിച്ചു നീ ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ലെന്ന്. അച്ഛനും അമ്മയും നന്ദു ഒന്നും സമ്മതിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ നിന്നെ ഒരു ജോലിക്കാരിയായിട്ട് എല്ലാവരും കാണും. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുകയും നിന്നെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അത് കാണാൻ എന്നെ കൊണ്ട് വയ്യ നയനെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ഇപ്പൊ വരണ്ടായിരുന്നു. നീ വന്നതില് സന്തോഷമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നവ്യ സങ്കടപ്പെടുമ്പോ നയന പറയുന്നുണ്ട്, എനിക്കറിയാം ചേച്ചിക്ക് ഇപ്പൊ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. പണ്ടത്തെ ചേച്ചി അല്ലല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. പണ്ടത്തെ ചേച്ചി ആയിരുന്നെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നതൊക്കെ കാണാൻ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം മാറി മറിഞ്ഞല്ലോ. ഇത് കേൾക്കുന്നതും നവ്യ ഉടനെ ചോദിക്കുന്നുണ്ട്, മാറി മറിഞ്ഞെന്നോ? നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ നയന പുഞ്ചിരിയോടെ പറയാണ് കേട്ടോ, അത് പിന്നെ ചേച്ചിക്ക് അറിയാത്തൊരു രഹസ്യമുണ്ട്. എനിക്കും ആദർശേട്ടനും അച്ഛനും അതുപോലെ നമ്മുടെ അമ്മയ്ക്കും നന്ദുവിനും ഒക്കെ അറിയാവുന്ന ഒരു സത്യം. അത് വേറെ ആർക്കും അറിയില്ല എന്ന് നയന പറയുന്നത് കേട്ട്, ഇനിയും സത്യങ്ങളോ? എന്താ നയനെ നീ പറയുന്നത്? അതെ, ഞാൻ പറയുന്ന കാര്യേ ആരോടും പറയുകയൊന്നും വേണ്ട. എന്തായാലും ചേച്ചിക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്റെ അമ്മായിയമ്മയെ എന്നെ ഇപ്പോ മരുമകളായിട്ടല്ല മകളെ പോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ മകളായി കണ്ടുകൊണ്ട് തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും. നയന അങ്ങനെ പറയുന്നത് കേട്ട് ശരിക്കും അത്ഭുതമാവുന്നുണ്ട് നവ്യയ്ക്ക്. എന്നിട്ട് ആശ്ചര്യത്തോടെ ചോദിക്കാണ്, എന്താ നയനെ, എന്താ ഞാൻ ഈ കേട്ടത്? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മായിയമ്മ ഇവിടുന്ന് പോകുമ്പോഴും നിന്നോടുള്ള കലിപ്പോട് കൂടിയാണല്ലോ ഇറങ്ങിയത്. പിന്നെങ്ങനെയാ നിന്നെ മകളെ പോലെയൊക്കെ അമ്മായി കാണുന്നത്? നിന്നോട് സ്നേഹമുണ്ടെന്ന് നിനക്ക് മനസ്സിലായത്? എന്തോ എനിക്കിതൊക്കെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ഈ സമയം നയന പറയും, അമ്മയുണ്ടല്ലോ ഇപ്പൊ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സത്യം തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല എന്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് കൂടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഒരു മകളെ പോലെ കണ്ടിട്ടാണ്. ഞാനതൊക്കെ ചേച്ചിക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. എന്തായാലും ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയണ്ട കേട്ടോ. അനാമികയുടെ അമ്മയോ ജലജാപ്പച്ചിയോ ചെറിയമ്മയോ ഇവരാരും അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോ എന്നെ അമ്മയും വീണ്ടും തെറ്റിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അമ്മയോ എന്നെയോ ഇനി വീണ്ടും കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒക്കെ ശ്രമിച്ചെന്നിരിക്കും. അമ്മ തന്നെയാണ് കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട എന്നും പറഞ്ഞത്. അതുകൊണ്ട് ചേച്ചി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. നവ്യാണെങ്കിലും പറയുന്നുണ്ട്, ഇല്ല നയനെ, ഞാൻ ഇത് ആരോടും ഒരിക്കലും പറയാൻ പോകുന്നില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. നിനക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുറവെന്ന് പറയുന്നത് നിന്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു.
ഒടുവിൽ ദേ അവരിപ്പോ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ആദർശേട്ടനും നീ എന്ന് വെച്ചാൽ ഇപ്പൊ ജീവനാണ്. നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി പോലും ആദർശേട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നത്. അമ്മയ്ക്കും അച്ഛനും നന്ദുവിനും കൂടെ താമസിക്കാൻ ഒരു വലിയ വീട് തന്നെ മേടിച്ചു കൊടുത്തില്ലേ. ഇതിന്റെയൊക്കെ കാരണക്കാരി നീ തന്നെയാണ്. നിന്റെ നല്ല മനസ്സാണ് നയനെ. പക്ഷെ എന്റെ ജീവിതം ഇപ്പോഴും പഴയ പോലെ തന്നെ കിടക്കുക. ഭർത്താവുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കാറായിട്ട് പോലും അഭി എന്നെ ഒരു ഭാര്യയായിട്ട് പോലും കാണുന്നില്ല. അമ്മായിയമ്മ എന്ന് പറയുന്നവര് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ കൊല്ലാൻ ശ്രമിച്ചു. ഏതായാലും നിന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അത് മതി നയനെ. എനിക്കത് മാത്രം മതി. ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ. നീ ചെയ്ത നല്ല കാര്യത്തിന് നിനക്ക് കിട്ടുന്ന നന്ദി, നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് നവ്യ നയനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതേ സമയം അപ്പുറത്ത് ചില ഗൂഢാലോചനകളൊക്കെ നടക്കുകയാണ്. നയനെ ഇവിടുന്ന് എങ്ങനെ വെളിയിലാക്കും എന്നുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ജാനകിയും ജലജയും കൂടെയാണ് നയനെ അനന്തപുരിയിൽ നിന്നും ആട്ടിയിറക്കണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ നയനെ പുറത്താക്കാൻ അനാമികയുടെ അമ്മയോ സമ്മതിക്കുന്നില്ല. അനാമികയുടെ അമ്മയും നിങ്ങൾ എന്തിനാ ഇത്ര പാടുപെട്ട് അവളെ പുറത്താക്കുന്നത്? ദേ എന്റെ മോള് പറഞ്ഞതുപോലെ മാസം ഒരു 30,000 രൂപയെങ്കിലും കൊടുക്കണം ഒരു വേലക്കാരി കിട്ടണമെങ്കിൽ. ആ വേലക്കാരിക്ക് പകരമായിട്ടല്ലേ നിങ്ങളുടെ വലിയടത്ത് ഇപ്പൊ നയനെ കൊണ്ടുവന്നിരിക്കുന്നത്. നയനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമല്ലോ. നല്ല രുചിയുള്ള ഭക്ഷണമാണ് അവൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതി ഇത്രയും ദിവസം രുചിയില്ലാത്ത ഭക്ഷണമാണ് കഴിച്ചതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അനിയുടെ അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുതെന്ന് ജാനകിയോടായിട്ട് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് രേവതിയോട്, എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ അനാമിക മോളുടെ അമ്മയല്ലേ ഇതൊക്കെ പറയുന്നത്. എന്റെ അനാമിക മോളാ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകൾ എന്ന സ്ഥാനത്തിന്റെ ഉടമ അനാമിക മോൾക്കല്ലാതെ ഞാൻ വേറെ ആർക്കും കൊടുക്കാനും പോകുന്നില്ല. ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും കിട്ടാനും പോകുന്നില്ലെന്നൊക്കെ പറയാണ് ജാനകിയുടെ ഈ സുഖിപ്പിക്കല് കേൾക്കുമ്പോ അനാമികയ്ക്കും രേവതിക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ശേഷം രേവതി പറയുന്നുണ്ട്, എങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. വേറെ ഒന്നുമല്ല, ഇനി ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇവിടെ കാര്യങ്ങളൊന്നും അറിയാതെ ചിലര് ആദർശനെയും നയനെയും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഞാൻ കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയാണ് രണ്ടെണ്ണത്തിനെയും തലയിൽ വെച്ച് നടക്കുന്നത്. അവർക്ക് ജ്വല്ലറി കൊടുക്കുന്നു, അതുപോലെ തന്നെ വീടിന്റെ അവകാശം കൊടുക്കുന്നു. എല്ലാം അവർക്ക് തന്നെയല്ലേ കൊടുക്കുന്നത്. നിങ്ങളുടെ മക്കൾക്കൊന്നും ഒന്നും വേണ്ടേ എന്ന് ജലജയോടും ജാനകിയോടും ചോദിക്കുമ്പോ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, ഞാനിത് 100 തവണ പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാവരും ആദർശിന്റെയും നയനയുടെയും പുറകെയാണല്ലോ. ഇവിടെ ആർക്കും വീതം വെക്കണം എന്നൊന്നും ഒരു ചിന്തയുമില്ല. ഏതായാലും ഉടനെ രേവതി ഒരു ഐഡിയ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം. ഇത്രയും ദിവസം ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നയന വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയാലും അത് നയന കാരണമാണെന്ന് നമ്മൾ അങ്ങോട്ട് വരുത്തി തീർക്കണം. അങ്ങനെ വേണം ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടാൻ 4 എണ്ണത്തിനെയും 4 വഴിക്ക് വിടാൻ. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ മാത്രമേ അവരവരുടെ വീതം അവരവർക്ക് കിട്ടുകയുള്ളൂ. ഇനി എന്റെ മോൾക്ക് കിട്ടാൻ വേണ്ടി ഒന്നും അല്ലാട്ടോ ഞാനിതൊക്കെ പറയുന്നത്. എന്റെ മോൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ നല്ലതിന് വേണ്ടി കൂടെയാണ് ഞാനിതൊക്കെ പറയുന്നത് എന്നിങ്ങനെയെല്ലാം രേവതി ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുകയാണ്. ജാനകിക്കാണെങ്കിൽ കുടുംബത്തിനോട് കുറച്ചൊക്കെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ രേവതിയുടെ ആ ഒരു തന്ത്രം ജാനകിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ജാനകി പറയുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ, നയനയെന്ന് പറയുന്നവള് പരമദുഷ്ടത്തിയാ. എനിക്ക് നയനയോട്ട് ഇഷ്ടമല്ല. പക്ഷേ ബാക്കിയുള്ളവരെ തല്ലിപ്പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാ എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. അതും പറഞ്ഞ് ജാനകി അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ജാനകിയും തങ്ങളുടെ കൂടെ ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ജലജയ്ക്കും അനാമികയ്ക്കും രേവതിക്കും മനസ്സിലാവുന്നുണ്ട്, ഇനി അവര് 3 പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. ജലജ പറയുന്നുണ്ട്, ജാനകിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, അവള് പോട്ടെ. പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ നല്ല താല്പര്യമാണ്. കിട്ടാവുന്നതൊക്കെ കിട്ടുവാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ എന്തിനും ഞാനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ജലജ. രേവതിക്കും അനാമിക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, വേറൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ ആ മുത്തശ്ശനുണ്ടല്ലോ, അങ്ങേര് കഴിക്കുന്ന ആ മരുന്ന് നമ്മൾ അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നു. ജലജയ്ക്ക് പേടിയാവുന്നുണ്ട്. ഈശ്വര, അതൊക്കെ ആരെങ്കിലും അറിഞ്ഞാലോ എന്ന് പറയുന്നതും, അതൊന്നും ഇനി ചെവി അറിയാൻ പോകുന്നില്ല. ഈ കാര്യമൊന്നും ആരും അറിയില്ലെന്നേ. അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ വീട്ടിൽ നിന്ന് വിടചൊല്ലി പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യമൊന്ന് ജലജയും കൂടെ വിചാരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. പിന്നെ ജലജയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ തരാം. മോളുടെ അച്ഛന് കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ഭാഗം അങ്ങ് തന്നേക്കാം എന്നൊക്കെ രേവതി അങ്ങ് വെച്ച് കാച്ചുമ്പോ ജലജയ്ക്കാണെങ്കിലും സന്തോഷമാവുന്നുണ്ട്. ജലജ ഓർക്കുകയാണ്, എന്റെ ദൈവമേ, ഇവിടുന്ന് കുറച്ച് വീതം കിട്ടും, അവിടുന്നും കുറച്ച് വീതം കിട്ടും. എന്നാ പിന്നെ മുത്തശ്ശനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ. അതുകൊണ്ട് ആ ഒരു കാര്യം തനിക്ക്
പൂർണ്ണ സമ്മതമാണെന്ന് ജലജയെ അറിയിക്കുകയാണ് കേട്ടോ അവരെ. ജലജ പിന്നീട് ഇക്കാര്യം അഭിയേയും ചെന്ന് അറിയിക്കുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, ഞാൻ എന്റെ അമ്മയോട് പണ്ട് മുതലേ പറയുന്നതല്ലേ, നമ്മളിങ്ങനെ പിന്മാറി നിന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നേ. എന്തായാലും മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മാരണം പിടിച്ച നയനെ എന്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാം. പിന്നെ എനിക്ക് കുറച്ച് സ്വസ്ഥതയുണ്ട്. വേറെ ഏതെങ്കിലും കാശുകാരി പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഏതായാലും ഇവരുടെ ഈ ഗൂഢാലോചനകളെല്ലാം നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട്. നവ്യ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നവ്യ കേൾക്കുക മാത്രമല്ല, നവ്യ ഇതെല്ലാം ഫോണിൽ പകർത്തുന്നുമുണ്ട്. ഉടനെ തന്നെ ഇതെല്ലാവരെയും കാണിക്കുന്നതിന് പകരം നവ്യ ഈ വീഡിയോ കാണിച്ച് എല്ലാത്തിനെയും ഭീഷണിപ്പെടുത്താൻ തന്നെയാണ് നോക്കുന്നത്. രേവതിക്കും അനാമികയ്ക്കും ജലജയ്ക്കും അഭിക്കും ഒക്കെ പിന്നീട് അങ്ങോട്ട് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. മാത്രമല്ല ദേവയാനിയും നമ്മുടെ നയനയ്ക്കും നവ്യയ്ക്കും ഒപ്പം ഈ ദുഷ്ടക്കൂട്ടങ്ങളെ തുരത്തി ഓടിക്കാൻ വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്